ക്ലാസ്സിൽ സൂംബ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വലിയ തരത്തിൽ എതിർപ്പ് പ്രകടമാക്കിയ പലരും ഇത്തവണ ഈ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ വലിയ എതിർപ്പിൽ നിൽക്കുന്നില്ല. ലീഗ് പോലും ഈ വിഷയത്തിനകത്ത് ഒരു ചർച്ചയിൽ പോലും ഇപ്പോൾ പങ്കെടുക്കണ്ട, പെട്ടെന്ന് ഒന്നും പറയേണ്ടതില്ല, ഇതൊന്ന് ആറി തണുക്കട്ടെ, കലങ്ങിത്തെളിയട്ടെ എന്നൊരു നിലപാടിലേക്ക് പോയിരിക്കുന്നു. ആഭാസമാണ് അല്ലെങ്കിൽ മെയ്യഴകിൻ്റെ പ്രദർശനമാണ് എന്ന് പറഞ്ഞ പലരും ആ നിലപാടിൽ നിന്ന് ഒരല്പം പിന്നോട്ട് പോന്നിരിക്കുന്നു. പക്ഷേ വിസ്ഡമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇതൊരു നിർബന്ധ ബുദ്ധിയല്ല എന്ന് സർക്കാർ പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടും നിങ്ങളെ ഭയപ്പെടുത്തുന്നത് എന്താണ്? തീർച്ചയായും ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമതായി ഇവിടെ വർഗീയതയുടെ കാര്യം പറഞ്ഞു. എവിടെയാണ് ഈ ഒരു എലമെന്റിൽ വർഗീയതയുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ചർച്ച കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് വർഗീയതയാണ് ഇവിടെ ഉള്ളത്? ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വർഗത്തോട്, ഒരു വിഭാഗത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇവിടെ എന്തേ സംഭവിച്ചിട്ടുള്ളൂ? ഒരു പരിഷ്കാരം വരുന്നു, അത് പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന പരിഷ്കാരമാണ്. ആ പരിഷ്കാരത്തോട് ഒരു വിഭാഗത്തിന് അവരുടെ സാംസ്കാരികമായ മതപരമായ കാരണങ്ങൾ കൊണ്ട് ചില വിയോജിപ്പുകൾ ഉണ്ടാകുന്നു. അവരത് പ്രകടിപ്പിക്കുന്നു. പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. അതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. ഇതിലെവിടെയാണ് വർഗീയത? ഇവിടെ വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോഴേക്ക് അവരുടെ മതം നോക്കി, അവരുടെ മതത്തിന്റെ ഒറിജിൻ അത് 6-ാം നൂറ്റാണ്ടിലാണോ 7-ാം നൂറ്റാണ്ടിലാണോ BC-യിലാണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ആ രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകളല്ലേ ഇതിൽ വർഗീയതയുടെ എലമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇപ്പം വിസ്ഡം, അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ, ഇപ്പൊ സമസ്ത, അതുപോലെ തന്നെ APEK സംഘടനകൾ, മുജാഹിദ് സംഘടനകൾ, ഇതിലൊക്കെ പല ആളുകളും പ്രതികരിച്ച ആളുകളുണ്ട്. അവരൊക്കെ എന്താ പറഞ്ഞത്? ഇവിടെയുള്ള ഏതെങ്കിലും മറ്റു മതവിഭാഗക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ വേണം, അങ്ങനെയാണോ? ഇവിടെ ധാർഷ്ട്യത്തിന്റെ കാര്യം പറഞ്ഞു. എന്ത് ധാർഷ്ട്യമാണ് ബഹുമാനിയായ അപർണ നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്? എന്ത് ധാർഷ്ട്യത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഏതെങ്കിലും ഞങ്ങൾ ഇതാ എന്തെങ്കിലും ഒരു കാര്യം പൊതുവിദ്യാലയങ്ങളിലേക്ക് ഇതാ അടിച്ചേൽപ്പിക്കാൻ പോകുന്നു, നിങ്ങളതെല്ലാം സ്വീകരിക്കണം എന്ന് പറയുന്ന ധാർഷ്ട്യം ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് ഒരു അധ്യാപകന്റെ കുറിപ്പ് എന്നാണ് ഇത് തുടങ്ങുന്നത്. എന്റെ മകൻ അതിൽ ഞങ്ങൾക്ക് സാംസ്കാരികമായി യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, ഞാൻ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വിട്ടുനിൽക്കുന്നു എന്ന ഒരു സ്വയം വിട്ടുനിൽക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിൽ നിന്നാണ് ഈ ചർച്ചയുടെ തുടക്കം. അത് മാധ്യമങ്ങൾ പല രൂപത്തിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പല ആളുകളും അതിനോട് വർഗീയ ചുവയോടുകൂടി താലിബാനിസവും വർഗീയതയും ഒക്കെ കയറ്റിക്കൊണ്ട് അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആകെ സംഭവിച്ചിട്ടുള്ളത് ഒരു കാര്യത്തോ ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ആ വിയോജിപ്പിനെ, ആ കൺസേണുകളെ അഡ്രസ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും തരത്തിലുള്ള ചാപ്പകൾ കുത്തി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം. അതിൽ ഇപ്പൊ പറഞ്ഞു പല ആളുകളും മയപ്പെട്ട് തുടങ്ങി. എന്താ ചർച്ചകളാവാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചകളാവും. ഇപ്പൊ വിസ്ഡത്തിന് ഒരു ചർച്ചയും പറ്റൂല, ഞങ്ങൾ പറയുന്നിടത്ത് അങ്ങനെയൊന്നല്ല. ചർച്ചകളാവണം. ചർച്ചകൾ ആരോടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്നുള്ളതാണ് വിസ്ഡവും ചോദിക്കുന്നത്. ലീഗിനെ പോലെ തന്നെ ഇവിടെയുള്ള മുജാഹിദ് സംഘടനകളെ പോലെ, സമസ്തയെ പോലെ ഞങ്ങൾ തന്നെയാണ് പറയുന്നത്. അല്ല ഞങ്ങൾ മാത്രം ഇങ്ങനെ വർക്കട മുഷ്ടികളായിട്ട് നിൽക്കുകയല്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത്? ഒരു പൊതുവിദ്യാലയത്തിലേക്ക് എന്ത് കാര്യം അടിച്ചേൽപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അവിടേക്ക് നടപ്പിലാക്കുമ്പോഴും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും ചർച്ച ചെയ്യണം. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ പ്രത്യേകം പറയാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചർച്ച ചെയ്യണം, വിസ്ഡത്തോട് ചർച്ച ചെയ്യണം ചോദിക്കരുത്, അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോട് ചർച്ച ചെയ്യണം ചോദിക്കരുത്. അത് ഇവിടെ സംഘപരിവാർ ഉണ്ടാക്കുന്ന ഒരു നറേറ്റീവാണ്. ഇവിടെയുള്ള ഇടത് വലത് പിന്നെ ഭരണകൂടങ്ങൾ അവരിതാ മുസ്ലിം സംഘടനകളെ പേടിച്ച് ജീവിക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളോട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ ആകെ പറയുന്നത് ഏതൊരു പരിഷ്കാരവും വരുമ്പോൾ അതിൽ വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട്, അധ്യാപകരോട്, അതുപോലെ തന്നെ പിന്നെ PTA കമ്മിറ്റികളിൽ, ജനകീയ ചർച്ചകളിലൊക്കെ അതിന്റെ ചർച്ചകൾ മുഖേനയാണ് വരാറുള്ളത്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തിയ കൺസേൺ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ പറഞ്ഞ കാര്യം, ഈ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യം എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നത്? ലഹരിയാണ് വിഷയം. കൗമാരക്കാർക്കിടയിലുള്ള ലഹരി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും ഒരുപോലെ പ്രശ്നമാണെന്ന് അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിന് പരിഹാരം വേണമെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന, ഇവിടെ പാർട്ടി ഭേദമന്യേ, മതഭേദമന്യേ, അതുപോലെ തന്നെ ചിന്താഗതികൾക്കപ്പുറത്ത് എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരുപാട് പിന്നെ പദ്ധതികളുണ്ട്, ഒരുപാട് രീതികളുണ്ട്. അതൊക്കെ സ്വീകരിക്കാവുന്നതാണ്. അതൊക്കെ ഒരുപാട് പലതും സ്വീകരിക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മളൊക്കെ ഭാഗവാക്കാരാണ്. ഇപ്പം വിസ്ഡം സ്റ്റുഡൻസ് തന്നെ മുഖ്യമന്ത്രി പിന്നെ വിളിച്ചിട്ടുള്ള മീറ്റിംഗിൽ പോയി അതിലൊരു കരട് രേഖ സമർപ്പിച്ച ആളുകളാണ് ഞങ്ങൾ. എന്തൊക്കെയാണ് ലഹരിക്കെതിരെ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടത്തിയ ആളുകളാണ് ഞങ്ങൾ. എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കരട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരമാവധി സഹകരിക്കണം. പക്ഷെ അവിടെ ചില കാര്യങ്ങൾ എന്തുണ്ടാവും? വിയോജിപ്പുകൾ ഉണ്ടാവും. ആ വിയോജിപ്പ് ഇപ്പോൾ ഒരു കാര്യം ഇമ്പോസ് ചെയ്യുമ്പോൾ അതൊന്നാമത് അത് ജനകീയ ചർച്ചകളിലൂടെ വരണമായിരുന്നു എന്നുള്ള ഒരു വിയോജിപ്പ്. രണ്ടാമത്തത് അതിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ മതപരമായി നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഏതെങ്കിലും തരത്തിൽ മാധ്യമ വിചാരണകളല്ല ചെയ്യേണ്ടത്. അത് അവരുടെ കൺസേൺ ആണോ എന്ന് വളരെ ജെന്യൂൻ ആയിട്ട് ആലോചിക്കുക. ഇപ്പൊ ഇവിടെ ഒരു ബ്രാഹ്മണനായ ഒരു വ്യക്തി പറയാണ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളുകളിൽ ബീഫ്
ഭക്ഷണം നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. എല്ലാ ഉച്ചക്കും ബീഫ് ഭക്ഷണം ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ബ്രാഹ്മണനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാള് മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ സാംസ്കാരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ വെജിറ്റേറിയൻ ആയ ഒരു കുട്ടി അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ വന്നിട്ട് പറയണേ ഞങ്ങൾക്കിത് ശരിയല്ല, എനിക്ക് പറ്റൂല, അത് അങ്ങനെയൊന്നും പൊതുവിദ്യാലയങ്ങളിലൂടെ അത് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? പിന്നെ വെജിറ്റേറിയൻ ആണ് അല്ലെങ്കിൽ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ ആളെ പിടിച്ചിട്ട് ഇരുത്തി വിചാരണ ചെയ്യോ? ഇല്ലല്ലോ. അവിടെ സർക്കാരിനോടാണ് നമ്മൾ ചോദിക്കുക. അത് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരെയും കൂടി പരിഗണിക്കണമല്ലോ എന്നാണ് സ്വാഭാവികമായിട്ടും ഏതൊരു ചർച്ചയും പോലെ ഈ ചർച്ചയിലും വരേണ്ടത്. പക്ഷെ ഇവിടെ മുസ്ലിങ്ങൾ ഒരു കാര്യം അത് മുസ്ലിം ഭാഗത്താണ് വന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ വർഗീയമായ ചുവയോടുകൂടി കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു 5 പോയിന്റ് ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ടാണ് ഒരു 5 പോയിന്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു 5 പോയിന്റുകൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതല്ല അതിന്റെ വസ്തുത എന്ന് പറഞ്ഞിട്ട് എനിക്ക് 6ാമത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അത് ആദ്യത്തത്, ഇതിൽ ചർച്ചകൾ നടക്കുന്നു അല്ലെങ്കിൽ സർക്കാർ മയപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഇതിനകത്തില്ല. ഈ നിങ്ങളടക്കം ഈ വിരുദ്ധമായിട്ടുള്ള വാദം പറഞ്ഞവർ മാപ്പ് പറയണമെന്നാണ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. അത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് കടന്നിരിക്കുന്നത്. രണ്ടാമത്തത്, ഇത് അധ്യാപക സംഘടനകളുമായിട്ടോ വേണ്ടപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടോ ചർച്ച ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തെറ്റാണ്. കൃത്യമായി ചർച്ച ചെയ്ത് പരിശീലനം കൂടി നടത്തിയ ശേഷമാണ് ഇതിലേക്ക് വന്നത്. പഠനമല്ല, ഇതിലൊരു പരിശീലനം നടത്തിയിട്ടാണ് ഇതിനകത്ത് വന്നത്. ഇത് സൂംബ പഠിപ്പിക്കലല്ല, സൂംബ പരിശീലനമാണ്. മൂന്നാമത്തത്, ഇതിന് ലഹരിക്ക് പരിഹാരമാണെന്നുള്ളത് നിങ്ങളുടെ വാദമാണ്. ഈ 2-3 ദിവസമായിട്ട് നടക്കുന്ന ചർച്ചകളൊക്കെ വിസ്റ്റം അടക്കമുള്ളവർ ഉന്നയിക്കുന്ന വാദം ലഹരിക്ക് പരിഹാരമായിട്ടാണ് സൂംബ കൊണ്ടുവരുന്നത്. സർക്കാർ ഏതെങ്കിലും ഒരു തലത്തിൽ പറഞ്ഞിട്ടില്ല അതല്ല, അങ്ങനെ ഇതിനൊരു പരിഹാരമായിട്ട് സൂംബ എന്ന് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തത്, മതപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൂടെ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇനി ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ മതപരമായ വിയോജിപ്പ് ആർക്കും രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി കൊടുക്കുകയാണോ നിങ്ങൾ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഒറ്റ കാര്യം കൂടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും സർക്കാർ പറയുന്നത് ഇത് നിർബന്ധ ബുദ്ധിയല്ല, ഇത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല, ഇത് ഓപ്ഷനിലാണ്, ഇത് നിർബന്ധ ബുദ്ധി അല്ല എന്ന് പറയുമ്പോഴും ഇത് നിർബന്ധിച്ച് എല്ലാവരും ഇത് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു നിർബന്ധം ഇതിനകത്തുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോ വാക്കിലും നിങ്ങൾ അങ്ങനെ പറയുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? ഇവിടെ 5 പോയിന്റാണ് പറഞ്ഞത്. 5നെയും അതേപോലെ തന്നെ അഡ്രസ് ചെയ്യാം. ഒന്നാമത് ചർച്ചയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പല ന്യൂസുകളിലും ചർച്ചയാവും എന്നൊക്കെ രൂപത്തിൽ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു ധാർഷ്ട്യം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളത്. ആയിക്കോട്ടെ, അത് ആ സർക്കാരിന്റെ ഒരു കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആളുകളാണ്. പിന്നെ പറഞ്ഞു ചർച്ച നടന്നിട്ടുണ്ട്. ചർച്ചയും ട്രെയിനിങ്ങും വ്യത്യസ്തമാണ്. ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണോ എന്നുള്ള പഠനവും ചർച്ചയുമാണ് നടക്കേണ്ടത്. അല്ല, ഇത് എവിടെയും ആരും അറിഞ്ഞിട്ടില്ല. അധ്യാപക സംഘടനകളെയും ആരെയും PTA-കാരെയും ഇതൊന്നും അറിയിച്ചിട്ടില്ല എന്നാണ്. കൃത്യമായി പരിശീലനം നടത്തിയ അധ്യാപകരോട് നിൽക്കുന്നുണ്ട്. ഇവരാരെയും ഒന്നും അറിയിക്കാതെ ഒരു സർക്കുലർ സർക്കാർ ഇറക്കുന്നു, ഇത് നടപ്പാക്കുന്നു. ഇതാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപർണ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ എന്റെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇടപെടരുത് ദയവേത്. അപ്പോൾ ഞാൻ പറയുന്നത് ട്രെയിനിങ്ങും ചർച്ചയും വേറെയാണ്. അതായത് ഒരു കാര്യം തീരുമാനിച്ച് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതും അത് വേണോ വേണ്ടേ എന്നുള്ള ചർച്ച അല്ലെങ്കിൽ എന്താണ് പരിഹാരം എന്നുള്ള ചർച്ചയും വേറെയാണ്. ഇത് ഞാൻ പറയുന്നത്, ഇത് ഞങ്ങൾ ഇന്നലെയും മിഞ്ഞാന്നും അല്ല ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്ന ഞങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്ന ഈ വേദിയിൽ ഞങ്ങളുടെ ചാനലിൽ ഡയലോഗ് TV എന്ന് പറയുന്ന ചാനലിൽ ഏപ്രിൽ 18-ാം തീയതി സൂംബ പരിഹാരമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതെന്താ? ഈ പറഞ്ഞ ട്രെയിനിങ് തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഞങ്ങൾ ഇത് അറിയാൻ പരിഹാരമോ നിങ്ങൾ ഉയർത്തുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അതാണ്. ലഹരിക്ക് പരിഹാരമാണെന്ന് സൂംബ എന്ന് സർക്കാർ എവിടെ പറഞ്ഞു? നിങ്ങളുടെ വീഡിയോയിൽ പോലും അതുണ്ട്. സൂംബ പരിഹാരമോ, സൂംബ ലഹരിക്ക് പരിഹാരമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സർക്കുലറുണ്ടോ? പരിശീലനത്തിലുണ്ടോ? ഇത് എവിടെയാണ്? നിങ്ങൾ എന്തിനാണ് അത്രയും വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? ഒരു മിനിറ്റ്, ഞാൻ അപർണ 5 പോയിന്റ് പറഞ്ഞു. എനിക്ക് അതിനോട് 5നോടൊന്ന് ജസ്റ്റ് ഒരു വാക്ക് വെച്ചിട്ട് പ്രതികരിക്കാനുള്ള സമയം തരണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒന്നാമത് ഞാൻ പറഞ്ഞു ചർച്ചയല്ല ട്രെയിനിങ് ആണ് നടന്നത്. ചർച്ചയും ട്രെയിനിങ്ങും വ്യത്യസ്തമാണ്. അതിനോട് അന്ന് തന്നെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. രണ്ടാമത് ലഹരിക്ക് പരിഹാരമല്ല, പിന്നെ എന്തിനുള്ള പരിഹാരമാണ് അവിടെയാണ് പറയേണ്ടത്. ഇവിടെ പിന്നെ കായിക ആസ്വാദനം അല്ലെങ്കിൽ കായിക പരിശീലനം അങ്ങനെയാണെങ്കിൽ അവിടെയാണ് ഞങ്ങൾ പറയുന്നത്. കായിക പരിശീലനത്തിന് വേണ്ട ലോങ് ടേം ആയിട്ടുള്ള ഒരു മെഷറും എടുക്കാതെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പ്. ഇവിടെ കായിക അധ്യാപകരെ നിയമിക്കുന്നിടത്ത് വലിയ അനാസ്ഥയുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചില തൊലിപ്പുറത്തുള്ള കാര്യങ്ങൾ കൊണ്ടുവരരുത്. പിന്നെ മതപരമായ വിയോജിപ്പ് ബാക്കിയുള്ളവർക്കും പറയാനുള്ള വേദിയാവൂലെ? വേദിയാവും. എല്ലാവർക്കും അവരുടെ മതപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ പറയണം. അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. അല്ല, അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമൊന്നല്ല. ഇവിടെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉള്ള സിസ്റ്റത്തിലുണ്ടോ അവരത് പറയണം. ക്രിസ്ത്യൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരത് പറയണം. അവരുടെ ജനാധിപത്യം എല്ലാ മതശാസ്ത്രങ്ങളെയും അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ല. സെക്യുലർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. സ്കൂൾ അടക്കമുള്ള നിങ്ങൾ ആ തെറ്റിദ്ധാരണ പറയരുത്. സ്കൂൾ അടക്കമുള്ള പൊതുസ്ഥാപനങ്ങളിൽ, ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിൽ എല്ലാ മത വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടല്ല, അതൊരു പൊതുസമൂഹമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഓരോ മതത്തിന് അനുകൂലിച്ച് വേറെ ആയിട്ട് സെഗ്രിഗേഷൻ അല്ല, പൊതുസമൂഹമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഈ തെറ്റിദ്ധാരണ പടർത്തരുത്.
പ്ലീസ്. അപർണ ഇവിടെ പറഞ്ഞ കാര്യത്തിന് സ്ട്രോമാൻ ഫാലസി എന്നാണ് പറയാ. അതായത് ഞാൻ പറയാത്തൊരു കാര്യം, അതായത് മതപരമായ സെഗ്രിഗേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ബ്രാഹ്മണന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ഫുഡ് അടിച്ചേൽപ്പിക്കുകയാണെന്ന് വിചാരിക്കാം, എല്ലാവർക്കും ബീഫ് വിതരണം ചെയ്യും. അടിച്ചേൽപ്പിച്ചിട്ടില്ലല്ലോ ഈ അടിച്ചേൽപ്പിക്കാത്ത കാലം. Yes, ഇത് അടിച്ചേൽപ്പിച്ചതാണോ അബ്ദുള്ള ബാസിൽ? ഇത് അടിച്ചേൽപ്പിച്ചതാണോ ബാസിൽ? ഇത് അടിച്ചേൽപ്പിച്ചതാണോ? നിങ്ങൾ ഇപ്പോഴും ആ വാക്യം നിൽക്കുകയാണ്. അടിച്ചേൽപ്പിച്ചതാണോ സൂംബ? ഇത് നിർബന്ധ ബുദ്ധിയിൽ സർക്കാർ എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞ് നടത്തുന്ന കാര്യമാണോ? ഇനി ഞാൻ പറയട്ടെ, താങ്കൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ബീഫ് പിന്നെ എല്ലാവരും കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് വിയോജിപ്പുള്ള കൺസേണുകൾ അഡ്രസ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ, എല്ലാ മതവിഭാഗത്തിന്റെയും കൺസേണുകൾ അഡ്രസ് ചെയ്ത് തന്നെ പോകണം. അതൊരു മതവിഭാഗങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള പുരോഗമനവാദികൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ട്, അത് അഡ്രസ് ചെയ്യണം. ഇവിടെയുള്ള ഇടത് ആളുകൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ട്, അത് അഡ്രസ് ചെയ്യണം. ഇവിടെയുള്ള പിന്നെ റൈറ്റ് വിങ്ങിന് എന്തെങ്കിലും കൺസേൺ ഉണ്ട്, അത് അഡ്രസ് ചെയ്യണം. ലെഫ്റ്റ് വിങ്ങിന് എന്തെങ്കിലും കൺസേൺ ഉണ്ട്, അതൊക്കെ അഡ്രസ് ചെയ്യണം. ഒരു ഏത് കാര്യം എങ്ങനെയാണ് ഒരു സ്കൂൾ കുട്ടിയുടെ പാഠ്യപദ്ധതിയിൽ എല്ലാ വിഭാഗങ്ങളുടെയും കൺസേൺ എടുത്ത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികളും അതനുസരിച്ചുള്ള പഠനവുമാണ് നടത്തേണ്ടത്. അല്ലാതെ വഴിയിൽ കൊടി പിടിച്ച് നടക്കുന്ന എല്ലാ സംഘടനകളുടെയും അഭിപ്രായം എടുത്തുകൊണ്ട് എന്ത് പരിഷ്കാരമാണ് നിങ്ങൾ കൊണ്ടുവരിക? വേണ്ട, എല്ലാ കൊടി പിടിക്കുന്ന ആളുകളുടെയും കൺസേൺ എടുക്കണം എന്നല്ല. ഒരു മതപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായ പ്രയാസങ്ങൾ ഉള്ളതുണ്ടെങ്കിൽ അതിനെ പരിഗണിക്കണം. അതാണ് ആ ഭയങ്കരമായ പ്രയാസം എന്നുള്ളത് ശരി. ഇത് നിർബന്ധ ബുദ്ധി ഉണ്ടോ? ഇതിൽ നിർബന്ധമുണ്ടോ? ഇത് മസ്റ്റ് ആയിട്ട് ഏർപ്പെടുത്തുന്ന കാര്യമാണോ? എനിക്ക് ആ പോയിന്റിലേക്ക് വരുന്നില്ല ബാസിൽ. ഇത് മസ്റ്റാണ്. അത് നിങ്ങൾ അഞ്ചാമത് പറഞ്ഞ പോയിന്റ് ആണ്. ഞാൻ അഞ്ചാമതിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ ചോദ്യം ചോദിക്കുകയാണ്, നിർബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, രക്ഷിതാക്കൾക്ക് തടയാൻ പറ്റൂല എന്നുള്ളതൊക്കെയാണ്. പിന്നെ അതിൽ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്താ സംഭവിക്കുക? അതായത് ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 49 കുട്ടികളും എന്ത് ചെയ്യുന്നു? കളിക്കാൻ പോകുന്നു. ഒരു കുട്ടി മാറി നിൽക്കുക എന്ന് പറയുന്നത് അതൊരു പ്രയാസമുള്ളൊരു കാര്യമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് കുറച്ച് ഓപ്ഷനുകൾ കൊടുക്കുക. അപ്പൊ ഫുട്ബോള്, അതുപോലെ തന്നെ ജിമ്മ്, അതുപോലെ തന്നെ വേണമെങ്കിൽ അത് ഓരോ സ്ഥലത്തും ഒരു PTA മീറ്റിംഗ് കൂടി നമ്മുടെ പിന്നെ സ്കൂളിൽ എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റിയ എന്ത് കായിക വിനോദമാണ് ഉള്ളത് എന്ന് നോക്കും. അവിടെ എല്ലാവർക്കും സൂംബ വേണമെങ്കിൽ സൂംബ കളിച്ചോട്ടെ. അതല്ല, കുറച്ച് ആൾക്കാർ പറയാണ് കുറച്ച് ഫുട്ബോളും ജിമ്മും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് വേണം. അതായിക്കോട്ടെ, അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുക്കണം എന്നാണ് ചർച്ചകൾക്കുള്ള. ഇപ്പൊ ഓരോ സ്കൂളിലും അത്തരത്തിലുള്ള സൂംബയിൽ അടിച്ചേൽപ്പിക്കലില്ല, അതല്ല സർക്കാർ നടപ്പാക്കുന്നത് എന്ന് വിസ്ഡം സമ്മതിക്കുന്നുണ്ട് അല്ലെ? സൂംബയിൽ അടിച്ചേൽപ്പിക്കലല്ല, സർക്കാർ അടിച്ചേൽപ്പിക്കുന്നില്ല സൂംബ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് അപർണ, ഞാനിപ്പോ അതിന് ഉത്തരം പറയൂ ബാസിൽ. സൂംബ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ സർക്കാർ? ഇല്ല. ഉണ്ട്. അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സ്കൂളിലും ഞാൻ ഈ പറഞ്ഞതുപോലെ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച്, അവിടെയുള്ള ആളുകൾക്കനുസരിച്ച്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കാനുള്ള അവസരം ഇപ്പോഴുണ്ടോ? അപർണ പറയും. അല്ല, മാറി നിൽക്കുന്ന കുട്ടികൾക്ക് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാം എന്നൊരു സാഹചര്യം ഉണ്ടോ? അതുണ്ടെങ്കിൽ അത് നിങ്ങൾ അംഗീകരിക്കില്ല. അപർണ, ഒരു കുട്ടിയായിട്ട് മാറി നിൽക്കുമ്പോൾ ഒരു സോഷ്യൽ ഐസൊലേഷൻ ആണ്. ഇപ്പോ ഈ ചർച്ചയിൽ ഞാനൊന്ന് ഇതിനെ എതിർത്ത് പറഞ്ഞു. അല്ല ബാസിൽ, ആ സൂംബയിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികളെ എനിക്കറിയാം. ചിലപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് അതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മാറി നിൽക്കുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് സോഷ്യൽ ഐസൊലേഷൻ തോന്നുന്നുണ്ടോ? നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അങ്ങനെ കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് അത്ര ഉറപ്പുണ്ട്. സൂംബയിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികളെ ഇതല്ലാത്ത റീസൺ കൊണ്ട് മാറി നിൽക്കുന്ന കുട്ടികൾക്ക് തോന്നുമോ അവർ സോഷ്യലി ഐസൊലേറ്റ് ചെയ്യുകയാണെന്ന്? യെസ്, തീർച്ചയായും. ഞാൻ ഇത്തരത്തിലുള്ള ഞാൻ ഒരു വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് കുട്ടികളോട് ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം മാറി നിൽക്കേണ്ടി വരുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇവിടെ ചോദിച്ചു നിർബന്ധിതം എവിടെയാണ്? അവിടെ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ഒരു സൂംബ എന്ന് പറയുന്നത് ഒരു ദേശീയ വിനോദം അല്ലല്ലോ. അത് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അതിൽ സൂംബ ആയിക്കോട്ടെ, സൂംബ എല്ലാ ഒരു സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സും തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാ പാരന്റ്സും ഓക്കെയാണ്, എല്ലാ കുട്ടികൾക്കും ഓക്കെയാണ്, സൂംബ നടത്തിക്കോട്ടെ. അതല്ല, പിന്നെ അവിടെ ഫുട്ബോളും അല്ലെങ്കിൽ മറ്റ് വിനോദങ്ങളും അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലെടുത്ത് അതിനുള്ള ഓപ്ഷൻസ് കൊടുക്കട്ടെ. ഇത് എന്തിനാണ് ഒരു രൂപം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ബാസിൽ, അപ്പോഴും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന വാക്ക് പറയുന്നു. ബീഫ് അടിച്ചേൽപ്പിക്കുക എന്നതുപോലെ ആണെങ്കിലോ എന്ന് ചോദിക്കുന്നു. അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതും ഇതും രണ്ടാണ്. ഇത് അതൊരു മറ്റൊരു സന്ദേശം നിങ്ങൾ കൊടുക്കുന്നു. ഏതോ തരത്തിലുള്ള ഒരു കടന്നുകയറ്റവും മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റവും നടത്തുകയാണെന്ന് തോന്നിപ്പിക്കുന്നു നിങ്ങൾ. അല്ല, ഓരോ PTA-ക്കും ചോയ്സ് ഉണ്ടോ ഇല്ല? അപർണ ഒന്ന് പറയും. അടിച്ചേൽപ്പിക്കലില്ല, അപർണ ഒന്ന് പറയും. അല്ല, താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് മാറി നിൽക്കാനുള്ള ചോയ്സ് ഇതിനകത്തുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിനെതിരെ അഭിപ്രായം പറയുമ്പോഴേക്ക് ഞങ്ങൾക്ക് മീഡിയ വിചാരണ, പിന്നെ സോഷ്യൽ മീഡിയ വിചാരണ ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും?
അപ്പൊ അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്ക്. ഒരു കുട്ടി മാത്രം മാറി നിൽക്കുക എന്നുള്ള സ്കൂൾ അത്രയും പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതല്ല ചെയ്യേണ്ടത്. അത് ഒരു സ്കൂളിൽ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതാണോ അവർക്ക് ഇഷ്ടമുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കല്ലേ വേണ്ടത്. ഇതിവിടെ പിന്നെ ലഹരിക്ക് പരിഹാരമല്ല എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. ലഹരിക്ക് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പരിഹാരം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ളത്. ഇവിടെ കായികാധ്വാനം ആണെങ്കിൽ, കായിക ആസ്വാദനങ്ങൾ എന്നുള്ളതാണെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള ഒരുപാട് വഴികളുണ്ട്. സൂംബ മാത്രം കളിക്കണം ദേശീയ വിനോദമായിട്ടൊന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ എന്തിനപ്പത് കൊണ്ടുവരുന്നത്? അവിടെയാണ് ഞങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത്. ഇതൊരു കൾച്ചറൽ ആയിട്ടുള്ള ഫാസിസമാണ്, ഒരു അടിച്ചേൽപ്പിക്കലാണ് എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പലപ്പോഴും നമ്മൾ പല സ്കൂളുകളിലും കണ്ടതാണ്. ഈവൻ മന്ത്രിമാരും അടക്കം ഷെയർ ചെയ്ത്, ഇപ്പൊ വി അബ്ദുറഹ്മാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു റീലിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ശരിക്കും ഒരു DJ പാർട്ടി തന്നെ സ്കൂളിൽ നടക്കണം. അതുപോലെ തന്നെ പല സ്കൂളുകളുടെയും പിന്നെ വീഡിയോകൾ എന്റെ കയ്യിലുണ്ട്. ഒരു DJ പാർട്ടി സംസ്കാരത്തിലേക്ക് പോവുകയാണ്. അത് DJ പാർട്ടി ഒക്കെ സ്കൂളിൽ നടത്തണോ വേണ്ട, അതൊക്കെ വേറെ ചർച്ചയാണ്. ആ സംസ്കാരത്തോട് താല്പര്യമില്ലാത്തവരോടുണ്ട്. അതായത് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഡോക്ടർ അബ്ദുള്ള ഫാസിൽ, ഞാൻ തിരികെ എത്താം. എനിക്ക് തോന്നുന്നു ആ ഒരു ഇനഫ് എമൗണ്ട് ഓഫ് സമയം താങ്കൾക്ക് ഞാൻ ആ ചോദ്യം ഉത്തരം പറഞ്ഞു. മറ്റ് പാനലിസ്റ്റുകൾ പോയ ശേഷം ഞാൻ തിരികെ എത്താം.